സയ്യിദുൽ ഉലമ നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരികയാണ്. ഈ സമ്മേളനം കാണാനും ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഈ മഹാസാഗരത്തെ അഭിസംബോധന ചെയ്യുവാനും സമസ്തയുടെ അഭിനന്ദനായ അധ്യക്ഷൻ, മലയാളത്തിന്റെ അഭിമാനമായ നമ്മുടെയൊക്കെ അകതാരിയിലെ ഏറ്റവും പ്രിയപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ ജനബാഹുല്യം അണിനിരക്കുന്ന പാലസ് ഗ്രൗണ്ടിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാൻ, സന്ദർശിക്കാൻ ഇപ്പോൾ എത്തുകയാണ്. ഈ സമയം കഴിഞ്ഞതിന് ശേഷം അല്പസമയങ്ങൾക്കകം സമസ്തയുടെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു മുഷാവറ യോഗം ചേരുകയാണ്. തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തക്ബീറിന്റെ അകമ്പടിയാൽ ഈ മൈതാനിയിലേക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കടന്നെത്തിയിരിക്കുകയാണ്. നമ്മളൊക്കെ കാണാൻ കാത്തിരുന്ന ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ് ഇവിടെ പിറന്നുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ അഭിനന്ദനായ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ വേദിയിലേക്ക് തക്ബീർ ധ്വനികളുമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയാണ്. الرحمن الرحيم مالك يوم بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم بارك في هذه المنصة، اللهم بارك في هذا المهرجان الكبير، اللهم بارك اللهم بارك لجميع القائمين بخير في هذا المهرجان الكبير. اللهم بارك لجميع من قاموا بالمساعدة لهذا المهرجان الكبير. اللهم اجعل عاقبة كل أمر قضيته علينا وعلى هذا المهرجان خيرا ورشدا. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما بحق طه وياسين وسورة البقرة وبحقوق جميع مشايخنا وأجدادنا ومشايخ طرائق كلهم، خاصة بحق جميع مشايخنا واساتذتنا وساداتنا الذين قاموا بالخدمة الجليلة في ميادين جمعية العلماء لعموم كيرلا وبحقوق جميع المسلمين والمسلمات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك. നമ്മുടെ സമ്മേളനം നടക്കുന്ന വേദിയിൽ എത്തി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. ഇനി അടുത്തതായി സമസ്തയുടെ മുഷാവറ യോഗം നടക്കേണ്ടതുണ്ട്. അവിടേക്കുള്ള യാത്രയായിരിക്കും. അല്പസമയം കഴിഞ്ഞ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുണ്ട്. സമസ്തയുടെ സമുന്നതരായ നേതാക്കളൊക്കെയുണ്ട്. സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികളുണ്ട്. എല്ലാവരും ഈ വേദി സന്ദർശിച്ച കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ ഈ വേദിയൊക്കെ കണ്ടിട്ട് എന്താണ്, ഈ സദസ്സും വേദിയൊക്കെ കണ്ടിട്ട് എന്താണ്? സന്തോഷമുണ്ട്. വളരെ വളരെ സന്തോഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വലിയ സന്തോഷമാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ഖൈറിനും ബർക്കത്തിനും അല്ലാഹു ചൊരിഞ്ഞെടുക്കട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെയും അതിന്റെ പോഷക സംഘടനകളിലൊക്കെ ഇസ്സത്തിനെ അല്ലാഹു ഉയർത്തിത്തട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മഹാന്മാരാകുന്ന അതിന്റെ സാദാത്തുക്കള്, പണ്ഡിതന്മാര്, അതിന്റെ ഉമറാക്കള്, പ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ഖൈറിനും ബർക്കത്തിനും ചൊരിഞ്ഞെടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളെ ബാംഗ്ലൂരിലുള്ളതായ നമ്മളെ പ്രവർത്തകരും നമ്മളെ സംഘാടകരും നമ്മളെ നേതാക്കന്മാരൊക്കെ വളരെയധികം പാടുപെട്ട് വളരെ ശ്രമിച്ചിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹു അവരെ പ്രവർത്തനങ്ങളെ കബൂൾ ചെയ്യട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ സമ്മേളനം അതിന്റെ ആഖിബത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള നല്ല
ശുഭത്തോടുകൂടി അതിനെ അവസാനിപ്പിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇത് എന്നും ഒരു ചരിത്ര സംഭവമായി കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെടുന്ന ഒരു സംഭവമായി കൊണ്ട് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. തങ്ങൾ ഇന്നത്തെ സംസ്ഥയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളം വിട്ട് മറ്റൊരു സംസ്ഥാനത്ത് ഒരു മുഷാവറ യോഗം നടക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു അത് നമ്മളെ ഈ ജനങ്ങൾക്കൊരു ആവേശമല്ലേ, പ്രത്യേകിച്ച് ഈ കർണാടകക്കാർക്ക്. ഞാൻ മുമ്പേനെ പറഞ്ഞല്ലോ, ഇത് ഈ 100ാം വാർഷികത്തിന്റെ ഒരു ഹദിയ, ഒരു ഗിഫ്റ്റാണ് നമ്മള് കർണാടക സംസ്ഥാനത്തിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഗിഫ്റ്റ് നമുക്ക് ഈ മൈതാനിനെ വേണോന്നുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിർബന്ധമായി പറഞ്ഞു ഈ മൈതാനിനെ വേണം. അപ്പൊ അത് ഫുള്ളാവോ എന്നുള്ളതായിരുന്നു. ഇപ്പൊ ചോദിക്കണ എല്ലാവരും പറഞ്ഞു ഇത് മതിയോ നമുക്ക് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് സമസ്തനെ ഉയർത്തും, യാതൊരു സംശയമില്ല. മഹാന്മാരെ ശീല നൽകിയതല്ലേ, നല്ല നല്ല അടിസ്ഥാനത്തിന്റെ മേലെ ശീല നൽകിയതാണ് ഈ സ്ഥാപനം. ഈ സമ്മേളനത്തോടു കൂടി കർണാടകയിലും ഇന്ത്യയിലേക്കുമൊക്കെ ഉള്ള ഒരു വലിയ മുന്നേറ്റം സമസ്തക്ക് വലിയ മുന്നേറ്റം ഉണ്ടല്ലോ. ലോകാടിസ്ഥാനത്തിൽ സമസ്തന്റെ പ്രവർത്തനങ്ങൾ ലോകാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ട് മറ്റു കാരുണ്യ പ്രവർത്തനം ഇതൊക്കെ ലോകാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മുഷാവറ യോഗത്തിന് ശേഷം അതുപോലെ തന്നെ സമ്മേളനത്തിന് വലിയൊരു പ്രഖ്യാപനം ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. തങ്ങളുടെ ഒരു ഈ സമ്മേളനം കണ്ടിട്ട് ഇപ്പൊ എന്താണ് തോന്നുന്നത്? വളരെ ആവേശം തോന്നുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇവിടെ നിറഞ്ഞു കവിയും. ഇൻഷാ അല്ലാഹ് ഇവരെ നമുക്ക് ആ യോഗത്തിന്